ഹലോ, ഇത് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ കേട്ടോ. ഇത് ഞങ്ങൾ ഒരു ദിവസം ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഞങ്ങളെടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതവിടെ ഉള്ളൊരു ഞങ്ങളവിടെ ഡാം എന്നാണ് പറയുക. അവിടെ ഉള്ളൊരു ഡാമാണിത്. മോടപ്പാറ എന്നാണ് ആ ഡാമിൻ്റെ പേര്. ചേട്ടൻ്റെ വീട് മുള്ളൂർക്കരയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങനെ അധികം അങ്ങോട്ട് പോവാറില്ല, കാരണം വീട്ടിലാരും ഇല്ല. അപ്പോൾ അനിയത്തി ജോലി സ്ഥലത്ത് തന്നെ ലീവ് കിട്ടിയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്നിട്ടുള്ള കാരണം അവൾ വീട്ടിൽ തന്നെ വെച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ഇവിടെ പോവാം, ചൂണ്ടിടാം എന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ എടുത്ത വീഡിയോ ആണ്. ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ വെറുതെ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പോകാനായിട്ട് തോന്നി. മീൻ പിടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടെടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെന്താ, എല്ലാവരുമായിട്ട് വരുമ്പോൾ നല്ല വൈബാട്ടാ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് നല്ല 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 കുറേ ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ. ഞങ്ങൾ വീട്ടിൽ വലിയ പുതപ്പും ബെഡ്ഷീറ്റൊക്കെ അലക്കാണ്ടെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം നേരത്തെ ഇങ്ങോട്ട് വരും. ഫാമിലി ആയിട്ട് തന്നെ കേട്ടോ വരിക. അപ്പം നമുക്ക് അവിടെ വാഷിംഗ് മെഷീനിലും അലക്കലിലൊന്നും ഇട്ട് അലക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരും. പക്ഷേ ഇവിടെ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ അടുത്ത് ചുറ്റുവട്ടത്ത് കുറച്ച് വീട്ടുകളിലുള്ള ചേച്ചിമാരൊക്കെ ആണ് അലക്കാൻ വരാറ്. ഇതേപോലെ ബെഡ്ഷീറ്റ് വലിയ വലിയ സാധനങ്ങളൊക്കെ. അപ്പം എനിക്ക് ഇങ്ങോട്ട് എപ്പോൾ പോവുകയാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ ഓർമ്മ വരിക. പിന്നെ ഒരു പ്രാവശ്യം ചേട്ടൻ നീന്തൽ പഠിപ്പിക്കാനായിട്ട് നോക്കിയിട്ട് ഞാൻ ഇതിൽ മുങ്ങിപ്പോയിട്ടൊക്കെ ഉണ്ട്. അത് നിമിഷ നേരം കൊണ്ട് വീട്ടിൽ പോയിട്ട് ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരാണോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണേന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ അലക്കുമ്പോൾ ചില നേരത്തേക്ക് ചമ്മൽ തോന്നാറുണ്ട് കേട്ടോ. ഇപ്പോൾ ചേട്ടൻ മീൻ പിടിക്കാനുള്ള അതിനുള്ള വടിയൊക്കെ വെട്ടിയിട്ട് മീനുണ്ടോ എന്താണ് അവസ്ഥ എന്നൊക്കെയാട്ടോ നോക്കണേ. പക്ഷെ ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. മീൻ കിട്ടാണ്ടായപ്പോൾ ചേട്ടൻ എന്താ ചെയ്തത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഞാനും അനിയത്തിയും ഉണ്ണിയും കൂടെ അപ്പുറത്ത് ചേട്ടൻ നടന്നു പോകണ അറ്റത്ത് അവിടെ നിന്ന് പാടത്തുനിന്ന് വെള്ളം ഒഴുകി വരണുണ്ടായിരുന്നു. ഒഴുകിയിട്ട് ഇതിലേക്കാണ് വരുന്നത്. അപ്പം ആ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ അവിടെ ഞങ്ങൾ ഉണ്ണീനെ എത്തി കളിപ്പിച്ചു. അത് ഒഴുകി വരുന്നത് കാരണം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല വെച്ചിട്ടാണ് അവിടെ പോയിരുന്നത് കേട്ടോ. ഇപ്പം പിന്നെ ശിഖല അങ്ങനത്തെ ഒക്കെ വരണ കാരണം വെള്ളത്തിലേക്ക് ഇറങ്ങാനും പേടിയുണ്ടായിരുന്നു. പിന്നെ ഒഴുക്കുകളാകുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാലും കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഇതാക്കി ചേട്ടൻ ചൂണ്ട കെട്ടാൻ തുടങ്ങി. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ ഇങ്ങനെ നമുക്കൊരു വൈബ് ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ പോകുമ്പോൾ നല്ല രസമായിരുന്നു. ആരെങ്കിലും ഒരാൾ വൈബിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ടാ. പിന്നെ ഈ മീൻ പിടിക്കാൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളൊരു കസിനൊക്കെ ആയിട്ട് വന്നിട്ട് ഞങ്ങളിവിടെ മീൻ പിടുത്ത മത്സരം പോലെ ഞങ്ങൾ തന്നെ കേട്ടോ അങ്ങനെയൊക്കെ കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അനിയത്തിക്കൊന്നും മീൻ കിട്ടിയില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ മീനുകളെ കിട്ടിയിരുന്നത് കേട്ടോ. വലിയ വലിയ മീൻ കിട്ടിയത് ചേട്ടനും പിന്നെ അവരുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു, ആ ചേച്ചിക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ നേരം മീൻ പിടിക്കണം നോക്കി നിന്നു. വല്ലതൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ വീഡിയോയിൽ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് കുറേ നേരം ഞാൻ അവിടെ നിന്നു കേട്ടോ. ഞങ്ങളങ്ങനെ സംസാരിച്ചിരിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ മഴ കുറവായതുകൊണ്ടാണോന്ന് അറിയില്ല, മീനുകളൊക്കെ ഭയങ്കര കുറവാണ്. ഇവിടെ എന്നല്ല ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെയാണ്. ഇടയ്ക്ക് ചേട്ടങ്ങനെ ചൂണ്ടിടാനൊക്കെ പോവും. ഇടയ്ക്കാന്നല്ല എപ്പോൾ ആൾക്ക് ലീവുണ്ടോ അപ്പോൾ ഒക്കെ ആൾ ചൂണ്ടിടാനൊക്കെ പോട്ടാ. കുറേ നേരം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഞാൻ ആളുടെ അടുത്ത് അവിടെ നിന്നു കേട്ടോ. കുറേ നേരം മീൻ കിട്ടുമെന്നൊക്കെ നോക്കി. പിന്നെ മീൻ കിട്ടണ കാണാനില്ല. അപ്പോൾ അവിടെ നിന്ന് ആളെ ചൂണ്ടൊക്കെ ഒടിച്ച് എണീറ്റു. എന്തായാലും പോകുമ്പോൾ ചൂണ്ട ഇങ്ങനെ വടിയോടെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല, വണ്ടിയിൽ നിന്ന് പോകണ കാരണം സ്കൂട്ടിയിൽ നിന്ന് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ആൾ അപ്പുറത്ത് പാടുണ്ടെന്ന് പറഞ്ഞല്ലോ, പാടത്തുനിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ടല്ലോ, ആ ഭാഗത്ത് പോയിട്ട് കുറച്ച് ഞവനിക്ക പറക്കി കൊണ്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെയൊക്കെ ഞവനിക്കാന്നാട്ടാ പറയുക. അപ്പം അത് പറക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറയണ്ടായിരുന്നു മീൻ കിട്ടിയില്ലെങ്കിൽ ഇത് കിട്ടിയില്ലേ, ഇത് മതി, നമുക്കിത് കൊണ്ട് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പിടിക്കാൻ പാടുമെന്നൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങളിങ്ങനെ പിടിച്ചു, പക്ഷെ വീട്ടിലേക്കൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. എന്നിട്ട് ഇത് ഞങ്ങളിങ്ങനെ പറയണ്ടായിരുന്നു അത് കൊണ്ടുപോകാമെന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആൾ വലിയ കത്തിൽ കഴുകണൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകാനായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് വീട്ടിലേക്കൊന്നും അല്ലാട്ടോ കൊണ്ടുപോയത്. ആളാ പാടത്തന്നെ എടുത്തുകൊണ്ടിട്ട് ഇതിനാ വെള്ളത്തേക്ക് ഇടുകട്ടോ ചെയ്തത്. അപ്പം ഞങ്ങൾ പറയുന്നുണ്ട് ഇത് എന്ത് തരം പ്രാന്ത ചേട്ടൻ. ഇതേപോലെ തന്നെ ഒരു പ്രാവശ്യം അച്ഛൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ അച്ഛൻ്റെ കൂടെ ഞാനും അനിയത്തിയും ചേട്ടനും കൂടെ ഒരു പ്രാവശ്യം വന്നിട്ട് ഇതേപോലെ ഇവർ ആ ചെറിയ കുളത്തുനിന്ന് കുളമല്ല ചെറിയ കുളത്തുനിന്ന് കുറച്ച് ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ കുറേ ചെറിയ ചെറിയ മീനുകളുണ്ട് കേട്ടോ.
അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഏതോ നല്ല വലിയ മീനാണതാണ് പറഞ്ഞത് കേട്ടോ. ആ മീനൊക്കെ അവർ വലിയ കാര്യത്തിൽ ആ കല്ലിൻ്റെ ഇടയിലൊക്കെ കൈയൊക്കെ മുറിഞ്ഞ മീൻ പിടിച്ചിട്ട് കൈ കൊണ്ട പിടിച്ച് തന്നെ, ചൂണ്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കുഞ്ഞു മീനാട്ടോ. അപ്പോൾ ആ മീനൊക്കെ പിടിച്ച് കുപ്പിയിലാക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടോ. പക്ഷെ അത് വീട്ടിലേക്കല്ല അവർ കൊണ്ടുപോയത്. ഇവർ താഴത്തുനിന്ന് മീൻ പിടിച്ചിട്ട് ഇതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ എന്താ വലിയ കുളത്തിലാണ് കൊണ്ടുവന്നിട്ട് ആ ചെറുതിൽ വളരണ്ട വലുതിൽ വളർന്നു വലുതായിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ഒരുമാതിരി സൈക്കോപ്പാത്ത് പോലെ കേട്ടോ. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ മഴ തിരീശ കൂടാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇവിടെ നിന്ന് കുറച്ചുള്ളോട്ടെ വീട്ടിലേക്ക്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് നിന്നും ഉണ്ണീനെ കുളിപ്പിക്കാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കയ്യിൽ സോപ്പും തോർത്തൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളോട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാൻ.